Hi students, in this session we discuss about the topic dating of a check, endorsement and different types of endorsement. First one, dating of a check. Writing on the date on the face of a check is known as dating of a check. ചെക്കിൻ്റെ മുകളിൽ ഡേറ്റ് എഴുതിക്കൊണ്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡേറ്റിംഗ് ഓഫ് ചെക്ക് എന്ന് പറയാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെക്കിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. Antedated check, post-dated check and stale check. Antedated check means which bears a date earlier to the date of issue. ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിന് മുൻപുള്ള ഡേറ്റ് വെച്ചുകൊണ്ടുള്ള ചെക്കുകളെ ആൻറ്റിഡേറ്റഡ് ചെക്ക് എന്ന് പറയാം. നെക്സ്റ്റ് പോസ്റ്റ്-ഡേറ്റഡ് ചെക്ക്. എ ചെക്ക് വിച്ച് ബിയേഴ്സ് എ ഡേറ്റ് യെറ്റ് ടു കം. വരാൻ പോകുന്ന ഡേറ്റ് ഡ്രോ ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ചെക്കിനെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റേൽ ചെക്ക്. എ ചെക്ക് വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് വിത്തിൻ റീസണബിൾ പീരിയഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യാത്ത ചെക്കുകളെ നമുക്ക് സ്റ്റേൽ ചെക്ക് എന്ന് പറയാം. അതായത് കാലാവധി കഴിഞ്ഞ ചെക്കുകളെയാണ് സാധാരണ സ്റ്റേൽ ചെക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Next, holder of a check. Any person who is entitled in his own name to the possession thereof and to receive or recover the amount due thereon from the parties thereto. അതായത് ഒരു വ്യക്തിനെ ചെക്കിൻ്റെ ഹോൾഡർ എന്ന് പറയണമെങ്കിൽ he should possess the instrument in his own name. അത് അയാളുടെ പേരിൽ തന്നെ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് ഹോൾഡർ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് കണ്ടീഷൻ, ദ പേഴ്സൺ മസ്റ്റ് ബി നെയിംഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ആസ് എ പേയി ഓർ എൻഡോസി. ആ ഇൻസ്ട്രുമെൻറ്റിൽ അയാളുടെ പേര് പേയി ആയിട്ടോ അല്ലെങ്കിൽ എൻഡോസി ആയിട്ടോ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഹീ ഷുഡ് ഹാവ് ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ലോഫുള്ളി. യഥാർത്ഥമായിട്ടും നിയമപരമായിട്ട് അയാളുടെ കൈവശത്തിൽ തന്നെ ആയിരിക്കണം. Next, he must be entitled to receive and recover the money from the parties concerned. അയാൾക്ക് അതിന് മുകളിലുള്ള എമൗണ്ട് ശരിയായ രീതിയിൽ കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷനോട് കൂടിയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ചെക്കിൻ്റെ ഹോൾഡർ എന്ന് പറയാനായിട്ട്. നെക്സ്റ്റ്, ഹോൾഡർ ഓഫ് എ ചെക്ക് ഇൻ ഡ്യൂ കോഴ്സ്. എനി പേഴ്സൺ who for consideration became the possessor of the instrument before the amount mentioned in it become payable and without having sufficient cause to believe that any defect existed in the title of the person from who derived. That means he must obtain the possession of the instrument. The instrument must have been obtained for valuable consideration. The instrument must be obtained before its maturity. He must obtain the instrument in good faith. ഒരു വ്യക്തിയെ ചെക്കിൻ്റെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയണമെങ്കിൽ അയാളുടെ കൈവശം അത് യഥാർത്ഥമായിട്ടും ആക്ച്വൽ പൊസഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ അയാൾക്കത് വാല്യുബിൾ കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയതായിരിക്കണം. മൂന്നാമതായിട്ട് അയാൾക്ക് മെച്യൂരിറ്റി പീരിയഡിന് മുൻപ് കിട്ടിയിരിക്കണം. നെക്സ്റ്റ്, ഇൻ ഗുഡ് ഫെയ്ത്തോട് കൂടിയിട്ടായിരിക്കണം ആ ഇൻസ്ട്രുമെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിനെ ചെക്കിൻ്റെ മുകളിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എൻഡോഴ്സ്മെൻറ്റ്. The term endorsement or endorsement is derived from the Latin term endorsum, which means on the back. That is, endorsement means signing one's name on the back of a negotiable instrument, say a check, with a view to transferring the interest, right, property or title in the instrument to another person. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കിൻ്റെ മുകളിൽ റൈറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള അവകാശം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എൻഡോഴ്സ്മെൻറ്റ് പ്രോസസ് മെയിൻലി 2 parties are involved, endorser and endorsee. Endorser is a person who endorses the instrument.
That is, the person who signed his name on the back of the instrument for the purpose of transferring its property to another is called endorser. Next, endorsee. The person to whom the instrument is endorsed is called the endorsee. ആർക്കാണോ ഇൻസ്ട്രുമെൻ്റ് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് അയാളെ എൻഡോസി എന്നും ആരാണോ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് അയാളെ എൻഡോസർ എന്നും. നെക്സ്റ്റ്, ജനറൽ റൂൾസ് ഫോർ എൻഡോസ്മെൻറ്റ്. ഫസ്റ്റ് വൺ, സിഗ്നേച്ചർ ഓഫ് ദി എൻഡോസർ. എൻഡോസറുടെ സിഗ്നേച്ചർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് സ്പെല്ലിംഗ്. കറക്റ്റ് ചെക്കിൽ ഇൻസ്ട്രുമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അതേ സ്പെല്ലിങ്ങോട് കൂടിയിട്ട് തന്നെയായിരിക്കണം ചെക്കിൽ എൻഡോസ് ചെയ്തിട്ടുള്ള നെയിമിൻ്റെ സ്പെല്ലിംഗ്. തേർഡ് വൺ, നോ അഡീഷൻ ഓർ ഒമിഷൻ ഓഫ് ദ ഇനീഷ്യൽസ് ഓഫ് ദി നെയിം. പേരിൻ്റെ മുന്നിലോ പിന്നിലോ ആഡ് ചെയ്യാനോ ഉള്ളത് ഒഴിവാക്കാനോ പാടുള്ളതല്ല. നെക്സ്റ്റ്, പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ഷുഡ് ബി അവോയ്ഡഡ്. പേരിൻ്റെ മുന്നേ മിസ്റ്റർ എന്നോ മിസ്സിസ് എന്നോ അത്തരത്തിലുള്ള നെയിമുകളാണെങ്കിൽ പേരിന് ശേഷം ഏതെങ്കിലും ഡിഗ്രീസുകളൊന്നും അത്തരത്തിലുള്ള ആഡിങ് വേർഡ്സുകളൊന്നും ആഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നെക്സ്റ്റ്, എൻഡോസ്മെൻറ്റ് ബൈ വിമൺ. ഇൻ കേസ് എൻഡോസ്മെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദി വിമൺ, ഹിസ് പാരൻസ് ഓർ ഹസ്ബൻഡ് നെയിം ഈസ് ആഡഡ് ടു ദി എൻഡോസ്മെൻറ്റ്. നെക്സ്റ്റ്, എൻഡോസ്മെൻറ്റ് ബൈ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. സാധാരണയായിട്ട് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് എൻഡോസ് ചെയ്യുക തമ്പ് ഇംപ്രഷനോട് കൂടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ വേറൊരു വ്യക്തിയുടെ അറ്റസ്റ്റേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ എൻഡോസ്മെൻറ്റിന് വാലിഡിറ്റി ഉള്ളൂ. നെക്സ്റ്റ്, എൻഡോസ്മെൻറ്റ് ബൈ ഫേംസ്, കമ്പനീസ്, ഏജൻറ്റ്സ്, ലിക്വിഡേറ്റേഴ്സ്, ട്രസ്റ്റീസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ എൻഡോസ്മെൻറ്റ് ചെയ്യുമ്പോൾ ആരാണോ ചെയ്യുന്നതെങ്കിൽ അയാളുടെ പൊസിഷൻ കൂടി റെപ്രസെൻ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എൻഡോസ്മെൻറ്റ് നടത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. എൻഡോസ്മെൻറ്റ് ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 7 types. First one, blank or general endorsement. Second one, endorsement in full or special endorsement. Third one, restrictive endorsement. Fourth one, condition endorsement. Fifth one, sans recourse endorsement. Next, facultative endorsement. And last one, sans price. Blank or general endorsement. An endorsement is said to be blank, in which the endorser merely sign his name on the back of the instrument without mentioning the name of the person to whom the instrument is endorsed. General endorsement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി ആരാണോ എൻഡോസ് ചെയ്യുന്നത് അയാളുടെ പേരും സൈനും ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആർക്കാണോ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് മെൻഷൻ ചെയ്യാതെ നടത്തുന്ന ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ബ്ലാങ്ക് ഓർ ജനറൽ. Endorsement in full or special endorsement. If the endorser, in addition to his signature, also adds a direction to pay the amount mentioned in the instrument to or to the order of a specified person, the endorsement is said to be in full. Special endorsement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസർ സൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻഡോസിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻഡോസ്മെൻറ്റിന് പറയുന്ന പേരാണ് നെക്സ്റ്റ് വൺ, റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. എൻ എൻഡോസ്മെൻറ്റ് വിച്ച് ബൈ എക്സ്പ്രസ് വേർഡ്സ് പ്രൊഹിബിറ്റ്സ് ദ എൻഡോസി ഫ്രം ഫർദർ നെഗോഷിയേറ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓർ restrict the endorsee to deal with his instrument as directed by the endorser is called a restrictive endorsement. റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദറായിട്ട് വീണ്ടും ആ ഇൻസ്ട്രുമെൻ്റ് എൻഡോസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ആർക്കാണോ എൻഡോസ് ചെയ്യുന്നത് അതിൽ റെസ്ട്രിക്റ്റീവ്, അതായത് അയാളുടെ പേര് മാത്രം, ദാറ്റ് മീൻസ് ആ പേരിൽ ഓൺലി എന്നുകൂടി ആഡ് ചെയ്തുകൊണ്ട് എൻഡോസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ പിന്നീട് ഫർദറായിട്ട് എൻഡോസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുകയില്ല, അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആരുടെ പേരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ മുകളിൽ എമൗണ്ട് കിട്ടാനുള്ള അർഹതയുള്ളൂ. മറ്റൊരാൾക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല.
Next one, conditional endorsement. A conditional endorsement is an endorsement in which the endorser makes his liability on the instrument or the right of the endorsee to receive the payment of the instrument depends upon the happening of a specified event. ഇത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് നടത്തുന്ന വ്യക്തി ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ കണ്ടീഷൻ ഹാപ്പൻ ചെയ്താൽ മാത്രമേ ഇതിന്റെ മുകളിൽ പേയ്മെന്റ് ലഭ്യമാകൂ എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് എൻഡോഴ്സ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സാൻസ് റീകോസ് എൻഡോഴ്സ്മെന്റ്. When the endorser expressly excludes his own liability on the negotiable instrument to the endorsee or any subsequent holder in case of dishonor of the instrument is known as sans recourse endorsement. അതായത് എൻഡോഴ്സ്മെന്റ് നടത്തുമ്പോൾ ഫർദറായിട്ട് എൻഡോഴ്സ്മെന്റ് നടത്തുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആവുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലയബിലിറ്റി ഈ വ്യക്തിക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അത് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് എൻഡോഴ്സ്മെന്റ് നടത്തുന്നതോടൊപ്പം തന്നെ സാൻസ് റീകോസ് എന്ന വേർഡ് ആഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് സാൻസ് റീകോസ് എൻഡോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള ലയബിലിറ്റിയും ഈ വ്യക്തിനെ എഫക്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി എൻഡോഴ്സ്മെന്റ് നടത്തുന്നതോടൊപ്പം തന്നെ സാൻസ് റീകോസ് എന്നുള്ള വേർഡ് കൂടി ആഡ്. Next, facultative endorsement. Generally, the endorser of an instrument is entitled to receive a notice of dishonor from the holder in case dishonor of the instrument, if he is to be held liable on the instrument. If he is not served with the notice of dishonor, he will not be liable to the holder. But in the case of facultative endorsement, the endorser waives or surrenders his right to receive the notice of dishonor by writing the words "Notice of dishonor waived" after writing the name of the endorsee. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഡോഴ്സർക്ക് ഡിസോണർ ആയത് മൂലമുണ്ടാകുന്ന നോട്ടീസ് ലഭ്യമാകാതിരിക്കുന്നതിന് വേണ്ടി എൻഡോർസിയുടെ നെയിമിന്റെ കൂടെ തന്നെ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്നുള്ള വേർഡ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നടത്തുന്ന ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ്. നെക്സ്റ്റ്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. Generally, the endorser of an instrument is entitled to receive a notice of dishonor from the holder in case dishonor of the instrument, if he is to be held liable on the instrument. If he is not served with the notice of dishonor, he will not be liable to the holder. But in the case of facultative endorsement, the endorser waives or surrenders his right to receive the notice of dishonor by writing the words "Notice of dishonor waived" after writing the name of the endorsee. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഡോഴ്സർക്ക് ഡിസോണർ ആയത് മൂലമുണ്ടാകുന്ന നോട്ടീസ് ലഭ്യമാകാതിരിക്കുന്നതിന് വേണ്ടി എൻഡോർസിയുടെ നെയിമിന്റെ കൂടെ തന്നെ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്നുള്ള വേർഡ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നടത്തുന്ന ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ്. സാൻസ് പ്രൈസ് എൻഡോഴ്സ്മെന്റ്. സാൻസ് പ്രൈസ് എൻഡോഴ്സ്മെന്റ് is an endorsement in which by writing the words sans price, the endorser makes it clear that no one should incur any expenses on his/her account in respect of the negotiable instrument. സാൻസ് പ്രൈസ് എൻഡോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഡോഴ്സ്മെന്റ് നടത്തുന്നതോടൊപ്പം തന്നെ സാൻസ് പ്രൈസ് എന്നുള്ള വേർഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ച് എന്ത് എക്സ്പെൻസ് വരികയാണെങ്കിലും അത് എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി, അത് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്ന വേർഡാണ് സാൻസ് പ്രൈസ്. ഇത്തരത്തിൽ നടത്തുന്ന എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് സാൻസ് പ്രൈസ് എൻഡോഴ്സ്മെന്റ്.